ജീവിതത്തിൽ നമുക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു ക്വാളിറ്റിയാണ് നന്ദി. നന്ദി എന്നൊരു ഗുണം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം കേട്ടോ. നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഉപകാരം ചെയ്തൊരാളിനെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, പെട്ടെന്ന് അങ്ങ് മറന്നു പോകാൻ പാടില്ല കേട്ടോ. അപ്പം നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്തൊരാളിനോട് നമുക്ക് എന്തുണ്ടായിരിക്കണം, കോമണായ ഒരു സ്നേഹം ഉണ്ടായിരിക്കണം. കോമണായൊരു സ്നേഹം, ഞാൻ പറഞ്ഞ പോയിന്റ് ശ്രദ്ധിക്കണം. കോമണായൊരു സ്നേഹം. പലരും എനിക്ക് എന്നെ ആപത്തിൽ സഹായിച്ച ഒരാളാണ്, അയ്യോ അങ്ങനെ ഞാൻ വിഷമിച്ച സമയത്ത് എനിക്ക് ഒരു ഉപകാരം ചെയ്ത ഒരാളാണ് എന്ന ഒരു കോമണായൊരു സ്നേഹം നമുക്കുണ്ടായിരിക്കണം. അതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അല്ലാതെ തീവ്രമായ സ്നേഹം അങ്ങനെ ഇപ്പോൾ ഉണ്ടാകണമെന്നില്ല. ഇപ്പം നമുക്ക് പെട്ടെന്ന് ഒരാൾ ഒരു ചെറിയ സഹായം ചെയ്തു എന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് തീവ്രമായ സ്നേഹം ആ വ്യക്തിയോട് ഉണ്ടാവണമെന്നില്ല. പക്ഷെ കോമണായൊരു സ്നേഹം നമുക്ക് ഉണ്ടായിരിക്കണം കേട്ടോ. തീവ്രമായ സ്നേഹം ആരൊക്കെ തമ്മിലാണ് ഉണ്ടാകുന്നത് അറിയാമോ? തീവ്രമായ സ്നേഹം എന്ന് പറഞ്ഞാൽ പൊതുവെ ഉണ്ടാകുന്നത് അമ്മയും മക്കളുടെയും സ്നേഹം തീവ്രമായ സ്നേഹമാണ്. അതുപോലെ തന്നെ അച്ഛനും മക്കളുടെയും സ്നേഹം തീവ്രമായ സ്നേഹമാണ്. അതുപോലെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹം എന്താണ്? തീവ്രമായ സ്നേഹമാണ്. അതുപോലെ തന്നെ പിന്നെ സഹോദരങ്ങൾ തമ്മിലുള്ള സ്നേഹവും എന്താണ്? തീവ്രമായ സ്നേഹമൊക്കെയാണ്. അങ്ങനെയുള്ള സ്നേഹമാണ് തീവ്രമായ സ്നേഹം. അങ്ങനെയൊക്കെയുള്ള ബന്ധങ്ങൾ മാത്രമേ എന്ത് ചെയ്യൂ, തീവ്രമായ സ്നേഹം ഉടലെടുക്കുകയുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ പിന്നെ അന്യരായ വ്യക്തികളോട് തീവ്രമായ സ്നേഹമൊക്കെ ഉടലെടുക്കണമെങ്കിൽ അതുപോലെയുള്ള സഹായങ്ങളൊക്കെ ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, അത് തീവ്രമായ സ്നേഹം ഉടലെടുക്കുകയുള്ളൂ. അല്ല, ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷനൊക്കെ നടന്നാൽ മാത്രമേ തീവ്രമായ സ്നേഹം ഉടലെടുക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഉണ്ടാകുന്നതാണ് കോമണായൊരു സ്നേഹമാണ് കേട്ടോ. കോമണായ സ്നേഹം വേറെ, തീവ്രമായ സ്നേഹം വേറെ, രണ്ടും രണ്ടാണ് കേട്ടോ. അപ്പം നമുക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്ത ഒരാളോട് നമുക്ക് എന്തുണ്ടായിരിക്കണം? കോമണായൊരു സ്നേഹം ഉണ്ടായിരിക്കണം.